ഞാൻ ടോമി, നായയുടെ പേര്. ഇപ്പോൾ നായ നക്കിയതുപോലെയായി എൻ്റെ ജീവിതവും. എന്നാൽ ഒരു പ്രവാസിയായിരുന്ന എൻ്റെ ജീവിതം 6 മാസം മുന്നേ വരെ ഇങ്ങനെയായിരുന്നില്ല. കമ്പനി ഒന്ന് മാറാൻ നോക്കിയതാ പണിയായത്. കുറച്ചുകൂടി നല്ല കമ്പനിയും മെച്ചപ്പെട്ട ശമ്പളവും ആരാ ആഗ്രഹിക്കാത്തത്? അതേ ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ തിരിച്ചുപോക്ക് വൈകുന്തോറും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും, എന്തിന് സ്വന്തം ഭാര്യയ്ക്ക് പോലും ഞാനൊരു അനാവശ്യ വസ്തുവായി കഴിഞ്ഞു. ന്യായമായ എൻ്റെ ഈ ആഗ്രഹം ഈ നിമിഷം വരെയും നടന്നിട്ടില്ല. പുതിയ കമ്പനിയുടെ വിസയ്ക്കായുള്ള കാത്തിരിപ്പ് ഞാൻ തുടരുകയാണ്. ദേ, അവരെ കണ്ടില്ലേ? എൻ്റെ അയൽക്കാർ സുഹൃത്തുക്കളെന്ന് പറയാൻ കഴിയില്ല. 6 മാസം മുമ്പ് 7-8 കുപ്പിയുമായി ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ എന്നെ വിടാതെ കെട്ടിപ്പിടിച്ച് നടന്നവന്മാരാ. 8 കുപ്പിയുടെയും കട്ടപ്പുക കണ്ട ശേഷമാണ് യവന്മാരുടെ നെഞ്ചിലെ കല്ലിറങ്ങിയത്. പുതിയ കമ്പനിയുടെ വിസ വരാൻ ലേറ്റായപ്പോൾ ഞാനിവിടെ കുടുങ്ങിപ്പോയി. പിന്നെ യവന്മാരെയൊന്നും ആ വഴിക്ക് കണ്ടിട്ടില്ല. മദ്യത്തെ മാത്രം സ്നേഹിക്കുന്ന യവന്മാർ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഒരേ ഒരു അളിയനെ കൂടിയാ. കണ്ടില്ലേ? കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുന്നത്. അതെ, നമ്മുടെ അളിയച്ചാര് നാളെ ഇങ്ങെത്തും. വേളാങ്കണ്ണി പോയിരിക്കുക. അപ്പം നാളത്തെ അടി അളിയന്റെ കൂടെ. ദേ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു 3 പെഗ് അളിയന് മാറ്റി വെക്കണം. വേളാങ്കണ്ണിന്ന് വന്നിട്ട് എൻ്റെ കൂടെ സ്കോച്ച് അടിച്ച് വ്രതം മുറിക്കാനിരിക്കുകയാണ് അളിയൻ. കൊടുത്തില്ലേലും അളിയന്റെ വിധം അങ്ങ് മാറും. കൊച്ചു പിള്ളേരുടെ മനസ്സാ. അയ്യോ അച്ചായ, അപ്പൊ ഇതോടെ സ്കോച്ച് തീർന്നോ? ഡേ, ഒരാൾക്ക് 4 കുപ്പിയെ കൊണ്ടുവരാൻ കഴിയൂ. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാ ഈ സാധനം കൊണ്ടുവന്നേ. അവ അടിക്കുകയല്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളിങ്ങി വലിഞ്ഞേറി വരൂലായിരുന്നല്ലോ. ഏതായാലും വന്നു പോയില്ലേ? തീർത്തിട്ട് പോവാ. അച്ചായ, ഒരു ഗൾഫുകാരനായ അച്ചായൻ ഇത്രയും അച്ചയാവാൻ പാടില്ല. ഡേയ്, നന്ദിയേട് പറയരുത്. ഞാൻ കൊണ്ടുവന്ന കുപ്പിയെല്ലാം നമ്മൾ ഒരുമിച്ചല്ലേ അടിച്ചത്. അതിന് അവസാനം നിങ്ങൾ കലയിട്ട് ഉടച്ചില്ലേ? ചുമ്മാ. നമ്മളും കുറെ പേർഷ്യക്കാരെ സ്കോച്ചും സ്പ്രേയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും ഞങ്ങൾ വന്നു പോയല്ലോ. വാ, ഇന്നനച്ചു. ഇനി ഇരിക്കണ മൊത്തം തീത്തിട്ടേ പോണോളൂ. 3 പെഗ് പോയിട്ട് ഒരു തുള്ളി പോലും അവന്മാര് മാറ്റി വെച്ചില്ല. പിറ്റേ ദിവസം ടച്ചിങ്സുമായിട്ട് അളിയാൻ വന്നപ്പോ എടി, 1 വർഷം വരെ ഞാൻ കൂടി നിർത്തിയിട്ട് എന്തിനാ അളിയൻ വന്നിട്ട് സ്കോച്ച് അടിച്ച് തുടങ്ങാന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടിപ്പോ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു അളിയ. കൂട്ടുകാരെക്കാൾ വലുതാണ് അളിയ സ്വന്തം അളിയൻ. ഇത് ഞാൻ പൊറുക്കൂല. അളിയന് സ്കോച്ചല്ലേ വേണ്ടത്? വാ, ഞാൻ വാങ്ങിച്ചു തരാം. പോളാളിയ, താൻ 8 കുപ്പി കൊണ്ട് വന്നിട്ട് 3 പെഗ് എനിക്കൊക്കെ എന്താളിയ? കണ്ടോമാർക്കെല്ലാം ഊറ്റി കൊടുത്തിട്ട് എനിക്ക് കടയിൽ നിന്ന് വെച്ചാൽ അത് നാട്ടിലെ സ്കോച്ച് എന്റെ പട്ടി പിടിക്കും. പെങ്ങളെ, അളിയന് മറക്കാം, പെങ്ങള് ആങ്ങളെ മറക്കാൻ പാടില്ല. എനിക്ക് വേണ്ടി നിനക്കൊക്കെ ഒരു സ്കോച്ച് എടുത്ത് വെച്ചാൽ മതി. തീർന്നളിയാ, ഇതോടെ എല്ലാം തീർന്നു. ഇനി നമ്മൾ യാതൊരു ബന്ധമില്ല. അളിയൻ മരിച്ചാ ഞാനും വരൂല, ഞാൻ മരിച്ചാ നിങ്ങൾ മറണ്ട. കാണിച്ചു എടി, അണ്ണം പോണേണ്. ഒരു വർഷമായി കുടിച്ചിട്ട്. ഞാൻ കൊണ്ടുവന്ന 8 കുപ്പിയും അടിച്ചു തീർത്തിട്ട് വെറും 3 പെഗിന്റെ പേരിലല്ലേ നീയൊക്കെ എന്നെ ഒഴിവാക്കിയത്? പുതിയ എൻ്റെ വിസ ശരിയാകും. ഞാൻ ഇനിയും പോകും. ഒരുപാട് കുപ്പികളുമായി വരികയും ചെയ്യും. അന്ന് നീയൊക്കെ എന്നെ ഓർക്കും. അച്ചായോ, പത്രം വായിച്ചുകൊണ്ടിരിക്കാതെ വന്ന തുണിയൊക്കെ ഒന്ന് നനച്ചിട്ടെ. എനിക്ക് നടുവേദനയാണെന്ന് അറിയില്ലേ? 4 ദിവസം തുണിയുണ്ട് നനയ്ക്കാൻ. എന്ത് പറഞ്ഞാലും എപ്പോഴും ഒരേ ഇരിപ്പ്, പ്രതിമ പോലെ. നനച്ചു കഴിഞ്ഞെങ്കിലേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പടി മാറാലേം പൊടിയാ. എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാട്ടോ. നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ ലേറ്റാകുന്ന ഏതൊരു ഗൾഫുകാരൻ്റെ അവസ്ഥ ഇതാണ്. പോകാൻ വൈകുന്തോറും ചീഞ്ഞു തുടങ്ങും.
പിന്നെ പിന്നെ അതൊരു നാറ്റമാകും. അച്ചായ കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. കഴിച്ചിട്ടേ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറി മീനും വാങ്ങിച്ചോണ്ട് വരണേ. ആ എല്ലാം നോക്കി കണ്ട് വാങ്ങിക്കണം. അവർ ചോദിക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടെങ്കിൽ വന്നേക്കരുത്. വിലയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങണേ. ടോമിച്ചാ, എന്തരുത് തിരിച്ചേറി പോണില്ലേ? നിങ്ങളുടെ ജോലിയൊക്കെ പോകുന്നതാണല്ലോ നാട്ടുകാരെ പറയുന്നത്. ഉള്ളത് എന്നെ. ഏയ്, എനിക്ക് വേറെ ജോലി ശരിയായിട്ടുണ്ട്. പുതിയ കമ്പനിയുടെ വിസ വരുമ്പോൾ പോകാനിരിക്കുകയാണ് ഇപ്പോൾ. പോയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇവിടെ ഉള്ളവന്മാരെ ആകെപ്പാടെ തേഞ്ഞ് കിടക്കണേ. എങ്ങനെയെങ്കിലും കയറിപ്പോയി രക്ഷപ്പെടാൻ നോക്കിയും ചേട്ടാ. ഓക്കെ. ബെഡ്റൂമിലോട്ട് ഒന്ന് വരുവോ? ആ ഇച്ചായ, എന്നെ നടുവിന്റെ വേദന കുറയുന്നേ ഇല്ല. ഒന്ന് തടയി തരുവോ? ആ തൈലിട്ട് നന്നായി ഒന്ന് തടയത്താ. നന്നായിട്ടൊന്ന് തടവ് മനുഷ്യ. എന്താ ഇത്? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് എനിക്ക് നടുവേദനയാണെന്ന്. വേണ്ടാത്ത നേരത്തെ ഓരോ തോന്നലുകൾ. ഒന്ന് പോയേ, എനിക്കൊന്ന് കിടക്കണം. ഹലോ. ഹലോ, കൺഗ്രാറ്റ്സ്. വാട്സാപ്പിൽ ടിക്കറ്റും വിസയൊക്കെ അയച്ചിട്ടുണ്ട്. നാളെ തന്നെ കയറിക്കോ. ഞാൻ എയർപോർട്ടിൽ എത്തിക്കോളാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാൻ എത്തിയേക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. അതെ, എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? സത്യമായിട്ടും നടുവേദന ആയിട്ടാ? ഏയ് സാരമില്ലടോ. ഒരു നല്ല വാക്ക് പറയാനും ചിരിച്ച മുഖത്തോടെ പെരുമാറാനും നടുവേദന ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹക്കുറവാണെന്നോ സ്നേഹമില്ലെന്നോ ഞാൻ പറയില്ല. പക്ഷേ ഒന്ന് പറയാതിരിക്കാൻ വയ്യ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഏതാണ്ട് എല്ലാ മനുഷ്യരുടെയും ഭാര്യമാരുടെ ഫസ്റ്റ് ചോയ്സ് പണമാണടോ. കാശ്, കാറ്, വലിയ വീട്, മക്കളെ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുക, പിന്നെ അവരുടെ കല്യാണം. അത് പറ്റാവുന്ന അത്രയും ആഡംബരം. വല്ല നാട്ടിലും വണ്ടിക്കാളെ പോലെ വലിച്ചു വലിച്ച് ജീവിതം എരിഞ്ഞു തീർക്കുന്നവരാണ് എന്നെ പോലുള്ള പ്രവാസികൾ. നിങ്ങൾക്കൊക്കെയും വേണ്ടി ആവുന്നത്രയും കാലം വണ്ടിക്കാളെ ആവാൻ സന്തോഷമേ ഉള്ളൂ എനിക്ക്. ഞാനായിക്കോളാം. പോട്ടെ.